ഇപ്പോൾ അദ്ദേഹം പോകുമ്പോഴും താ നോക്കൂ, സ്വർഗം തുറക്കുന്ന സമയം എന്ന് തലക്കെട്ടുകൾ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതി വെച്ചതെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതമായി നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചെടുക്കുകയാണ്. കാലത്തിൻ്റെ സങ്കീർണതകളും ജീവിതത്തിൻ്റെ സമസ്യകളും അക്ഷരങ്ങളിലൂടെ ആവാഹിച്ച MT വാസുദേവൻ നായർക്ക് കോഴിക്കോട് വിട നൽകുകയാണ്. ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് വായിച്ചാൽ തീരാത്ത അത്രയും ജീവിതങ്ങളെ കഥകളിൽ അവശേഷിപ്പിച്ച് കഥാപാത്രങ്ങളെ ബാക്കി വെച്ച് അദ്ദേഹം കടന്നു പോകുന്നു. എങ്ങനെയാണ് MT ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത്? കൂടല്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കുടിയേറി വന്ന ഒരു മനുഷ്യന് കോഴിക്കോട് സ്വന്തം വീടായി മാറുകയാണ്. മാതൃഭൂമി അദ്ദേഹത്തിന് സ്വന്തം തറവാടായി മാറുകയാണ്. അവിടേക്ക് അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളെ തേടി വന്ന മനുഷ്യരുടെ ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായി മാറുകയാണ്. കോഴിക്കോടിൻ്റെ സാംസ്കാരിക മേഖലയിൽ നിന്ന് MT എന്ന വലിയ യുഗപ്രഭാവൻ ഉരുവായി വരികയാണ്. അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ലോകത്തിലെ മറ്റു മഹാസാഹിത്യങ്ങളുമായി പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടല്ലൂർ, പൊന്നാനി താലൂക്കിലെ കൂടല്ലൂർ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഗ്രാമം, അതോടൊപ്പം തന്നെ ഒരു ചെറുപട്ടണമായ കോഴിക്കോടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമികൾ എന്ന് പറയാവുന്നത്. അതുകൊണ്ടാണ് ഈ അവിടുത്തെ മുഴുവൻ ചിഹ്നങ്ങളെയും അവിടുത്തെ മുഴുവൻ രൂപങ്ങളെയും ഒക്കെ അദ്ദേഹം കഥകളിലേക്ക് ആവിഷ്കരിക്കുമ്പോഴും അതിലേക്ക് അന്തർലീനമായി നിൽക്കുന്ന ഒരു തത്വചിന്ത ഉണ്ടാകുന്നത് ലോക സാഹിത്യത്തെ മേൽ പരിചിതമായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മുഴുവൻ ദാർശനിക ചിന്തകളെയും ലോകത്തിലെ മുഴുവൻ സാഹിത്യ പുസ്തകങ്ങളിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുത്ത് സ്വന്തം ജീവിതത്തിലേക്കും സ്വന്തം പരിസരത്തേക്കും മലയാളിയുടെ അനുഭവ പരിസരങ്ങളിലേക്കും സന്നിവേശിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണത്. നക്ഷത്ര സമാനമായ വാക്കുകൾ മലയാളിക്ക് സമ്മാനിച്ച MT വാസുദേവൻ നായർ വിട പറയുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് പരിചിതമായ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കൊപ്പം തന്നെ കാലാധിവർത്തിയായ പ്രമേയങ്ങളും അദ്ദേഹം എഴുത്തിന് വിധേയമാക്കി. കണ്ടുപോവുകയല്ല, വന്ന് അദ്ദേഹത്തെ കണ്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണ്. MT പോയതിനു ശേഷം മാത്രം പിരിഞ്ഞു പോകാം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരാൾക്കൂട്ടമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉള്ള ഒരിടത്തിരിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ മണിക്കൂറുകളായ ഒരൊറ്റ നിൽക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് നേരത്തെ അഖില പറയുന്നുണ്ടായിരുന്നു. വന്നു, കണ്ടു, അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചു, അദ്ദേഹത്തെ ഒന്നുകൂടി അഭിവാദ്യം ചെയ്തു. പക്ഷേ പോകാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ മണിക്കൂറുകളായി അവിടെ നിൽക്കുന്ന മനുഷ്യർ, സാധാരണക്കാരുണ്ട് സിത്താരയ്ക്ക് പുറത്ത്. വളരെ ട്രാജിക്കായിട്ടുള്ള ദുരന്ത പര്യവസാനിയായ അല്ലെങ്കിൽ ദുരന്തപൂർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ആവിഷ്കരിക്കുന്നുണ്ട്. കാലത്തിലെ സേതുവിനെ കുറിച്ച് പറയുമ്പോൾ സേതുവിന് എന്നും ഒരാളോട് മാത്രമേ ഇഷ്ടമായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം എന്ന് സുമിത്ര സേതുവിനോട് പറയുന്ന ആ വാചകം നേരത്തെ ഇവിടെ നാം കണ്ടു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ രചനകളിലെ ഇപ്പോൾ വടക്കൻ വീരഗാഥയിലാണെങ്കിൽ അദ്ദേഹം സ്ത്രീകളെ കുറിച്ച് പറയുന്ന ചില വരികൾ അത് എത്രമേൽ സ്ത്രീവിരുദ്ധമാണ് എന്ന് ഈ പിൽക്കാലത്ത് ആശങ്കകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതേ MTയുടെ തൂലികയിൽ നിന്നു തന്നെയാണ് സേതുവിനോട് മാത്രമേ സ്നേഹമുണ്ടായിരുന്നുള്ളൂ എന്ന മുഴുവൻ ആണുങ്ങൾക്കും അല്ലെങ്കിൽ മുഴുവൻ പുരുഷന്മാർക്കും വേണ്ടി പറയുന്ന, അവരെക്കുറിച്ച് കൂടി പറയുന്ന എന്ന രീതിയിൽ പറയാവുന്ന ഒരു വരി ഉണ്ടാകുന്നത്. ഇതൊന്നും MT വാസുദേവൻ നായർ പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പറഞ്ഞതാണ് എന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞ ഒരു കാലത്താണ് MTയുടെ രചനകൾ ഉണ്ടാകുന്നത്. വീണ്ടും കാണും എന്ന് കരുതട്ടെ, ഇവിടെ വെച്ച്, അവിടെ വെച്ച്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച്.